ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഭഗവാനെ ലഭിക്കുന്നത്. അല്ലാത്ത സാധാരണക്കാർക്ക്, ആ ഒരു ഭക്തി ഇല്ലാത്തവർക്ക് ദുർലഭമാണ് ഭഗവാനെ ലഭിക്കുകയില്ല. ഇനി അത് സ്വരാജ്യസ്യ അഭി സ്വർഗലോകത്തെ നേടിയവനാണെങ്കിൽ പോലും അഭിമതഃ അവൻ ആഗ്രഹിക്കുന്നത് ഏകാന്തേന ആത്മവിദ്ഗതി, ഏകാന്തമായ ആത്മസാക്ഷാത്കാരം നേടിയിട്ട് ഭഗവാനിലേക്ക് ലയിക്കണമെന്നാണ് സ്വർഗത്തിൽ വരെ എത്തിയവൻ പോലും ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ച് സ്വർഗപ്രാപ്തി നേടിയവൻ പോലും ആഗ്രഹിക്കുന്നത് ഏകാന്തമായ ധ്യാനത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ഭഗവാനിൽ ലയിക്കണമെന്നാണ്. എന്നാൽ ഈ ഭഗവാനെ ഇങ്ങനെ നേടാൻ ഈ ഒരു ഭക്തി ഒന്നുകൊണ്ടും മാത്രം, അങ്ങനെ ഒരു നിഷ്കളങ്ക ഭക്തന് മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ഭഗവാനെ ഒരിക്കലും ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനവും നാമജപവും വ്രതാനുഷ്ഠാനങ്ങളും ഉപവാസാനുഷ്ഠാനം ഇങ്ങനെയുള്ള ഒരുപാട് അനുഷ്ഠാന രീതികളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കും. പൊതുവെ പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്നവൻ ഒരു പരമഭക്തനാണെന്നാണല്ലോ പറയുക. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും മനസ്സ് തുലനാവസ്ഥയിൽ വരാത്തവൻ ഒരു പരമഭക്തനല്ല, അവന് ഭഗവാനെ നേടാൻ സാധിക്കില്ല. അതായത് എല്ലാ കർമ്മങ്ങളും ക്ഷേത്ര ദർശനം ചെയ്യുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നാമജപമുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്, എല്ലാ നിഷ്ഠകളും പാലിക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് സമനിലയിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവനൊരു ഭക്തനല്ല, ഒരു യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്ന് അവനെ പറയാൻ പറ്റില്ല. ആചാര അനുഷ്ഠാനങ്ങളെ കൃത്യമായി നിർവഹിക്കുന്നവൻ എന്നേ പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ ഭക്തനാവാനുള്ള സാധനകളാണ് ഈ പറയുന്നതൊക്കെ. യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് എന്താണോ ഭഗവാൻ ഇച്ഛിച്ച് നമ്മളിലേക്ക് ഒഴുകുന്നത് എന്തായാലും അതിനെ സമനിലയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഭക്തി. മനസ്സിൻ്റെ തുലനാവസ്ഥയാണ് ഭക്തിയുടെ ലക്ഷണം. മനസ്സിലായ? ആർക്കാണോ മനസ്സിന് ആ തുലനാവസ്ഥ വന്നത് അവനാണ് യഥാർത്ഥ ഭക്തൻ. ആ തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സാഹചര്യമാണെങ്കിലും എന്താണോ ഭഗവാൻ നമ്മളിലേക്ക് ഒഴുക്കുന്നത് ആ അവസ്ഥയെ തുലനമായി മനസ്സ് സമനിലയിൽ നിർത്തി കടന്നു പോവുക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. അതാണ് ഭക്തി. ആ ഭക്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലെന്താ? അവനിലേക്ക് ഒഴുകുന്നത് നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അവൻ ആഗ്രഹിച്ചതാണെങ്കിലും ആഗ്രഹിച്ചതല്ലെങ്കിലും അത് ഈ പ്രകൃതി നിശ്ചയമായി സ്വീകരിക്കുമ്പോൾ അവനതിലൂടെ പ്രകൃതി നിശ്ചയം ആണ് എന്ന് കരുതി അതിനെ ഒരേ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവൻ്റെ ഇച്ഛയല്ല, ഈശ്വരേച്ഛ അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. മനസ്സിലായ? സ്വന്തം ഇച്ഛയല്ല. അതാണ് ഭക്തി. അല്ലാതെ ഉപവാസം എടുക്കുന്നതും നാമം ജപിക്കുന്നതും ഭഗവാന് മാല കെട്ടിയിടുന്നതൊക്കെയാണ് ഭക്തിഭാവം എന്ന് കുറേ ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥ ഭക്തിയിലേക്ക് എത്താനുള്ള സാധനകൾ മാത്രമാണ്. ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ ഭഗവാനെ നേടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭഗവാൻ അവനിലേക്ക് ഒഴുക്കിയാലും അതിനെ സമനിലയിൽ കടന്നു പോകുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അപ്പോൾ അവനാണ് ഭഗവാനെ ലഭിക്കുന്നത്. അല്ലാതെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. മനസ്സിലായോ? ആ മനസ്സിൻ്റെ സമനിലാവസ്ഥയിൽ എത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അവനാണ് ഭഗവാനെ നേടാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഭഗവാൻ ദുർലഭനാണ്. അതുകൊണ്ടാണ് സ്വർഗപ്രാപ്തി നേടിയവർ പോലും ആഗ്രഹിക്കുന്നത് ഈ ഭഗവത് പ്രാപ്തിയാണ്. അത് ശരിയായ ഭക്തിയോഗത്തിലൂടെ മാത്രമാണ് സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ശ്ലോകം 55. തം ദുരാരാധ്യം ആരാധ്യ സദാമഭി ദുരാഭയ ഏകാന്ത ഭക്ത്യാ കഹ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഹി. തം ആ ഭഗവാനെ അങ്ങേക്ക് ദുരാരാധ്യം എന്ന് വെച്ചാൽ ആരാധിക്കാൻ വളരെയധികം പ്രയാസമേറിയ സദാമഭി സജ്ജനങ്ങൾക്ക് പോലും. അപ്പോൾ ഭഗവാനെ ഒരു സത്കർമ്മം ചെയ്യുന്ന ഒരു സാത്വികനായിട്ടുള്ള ഒരാൾക്ക് പോലും ഭഗവാനെ ആരാധിക്കാൻ അത്യധികം പ്രയാസമേറിയ ആ ആരാധനാ രീതി എന്താണെന്നാണ് പറയുന്നത്? ദുരാഭായ, അതായത് നേടാൻ പ്രയാസമേറിയ ഏകാന്ത ഭക്തി. ഒരേ ഒരു ഏകാന്തമായ ഭക്തി, അതാണ് ഒരു ഭക്തനിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഏതൊരു സജ്ജനമാണെങ്കിലും ആരാധിക്കാൻ ഭഗവാനെ യഥാർത്ഥ ഭക്തിയോടുകൂടി ആരാധിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ? മറ്റുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യും, ക്ഷേത്രാരാധനയും ബാക്കി വേദങ്ങളിൽ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും, നാമജപങ്ങളും എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ അത് ഭക്തിയുടെ ലക്ഷണമല്ല, ഭക്തിയിലേക്ക് എത്താനുള്ള സാധന മാത്രമാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു ഭക്തി
ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമേറിയ കാര്യമാണ്. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തുലനാവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ, അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമേറിയ കാര്യമാണ്. അതിലേക്ക് എത്താൻ അതാണ് പറയുന്നത്, അതിലേക്ക് എത്താനായിട്ടുള്ള ആ ഏകാന്ത ഭക്തി, നേടാൻ പ്രയാസമായ ആ ഏകാന്ത ഭക്തിയെ ആരാണോ ആരാധ്യ, ആ ഭക്തിയിലൂടെ ഭഗവാനെ ആരാധിക്കുന്നത് അവന് പിന്നെ പാദമൂലം ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലാതെ വിന എന്ന് വെച്ചാൽ അതല്ലാതെ ബഹിഹി വാഞ്ചേത്, പുറമേ വേറെ എന്താണ് ആഗ്രഹം എന്ന് പിന്നെ ഒരാഗ്രഹമില്ല. ആ ഏകാന്ത ഭക്തിയിൽ ഇരിക്കുന്നവനെ ഭഗവാന്റെ തൃപ്പാദചരണത്തെ പ്രാപിക്കാൻ സാധിച്ചാൽ, അതല്ലാതെ കണ്ണടച്ചാൽ അതല്ലാതെ മറ്റൊരു ആഗ്രഹവും അവനില്ല. പുറത്ത് മറ്റൊന്നിനെയും നേടാനായിട്ടുള്ള ഒരു ആഗ്രഹം അവനുണ്ടാവില്ല. അവൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഭക്തിയായിരിക്കണം. ആ ഭക്തി വരാൻ അത്യധികം പ്രയാസമേറിയ അവസ്ഥയാണ് ആ ഭക്തി എന്ന് പറയുന്നത്, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ആ ഭക്തിയിലേക്ക് എത്താനുള്ള സാധനയാണ്. വ്രതമെടുക്കുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ ഭക്ഷണങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക, അങ്ങനെ ഇഷ്ടമുള്ളതിനെയും ഇഷ്ടമില്ലാത്തതിൻ്റെയും തരംതിരിവുകളൊക്കെ കുറഞ്ഞ് നമ്മൾ ആ സാധന അനുഷ്ഠിക്കുകയാണ്. അത് ഭക്തിയിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ്. അതൊരു ഭക്തിയുടെ ലക്ഷണമല്ല. ഭക്തിയുടെ ലക്ഷണം മനസ്സിൻ്റെ തുലനാവസ്ഥയാണ്. എന്തു വന്നാലും മനസ്സിനെ സമചിത്തതയിൽ പിടിച്ചു നിർത്തുന്നതാണ് ഭക്തിയുടെ ലക്ഷണം. അവൻ്റെ മുന്നിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭക്തി വരിക, ആ ഏകാന്ത ഭക്തി വരാൻ വളരെ പ്രയാസമാണ്. അത് എത്തിക്കഴിഞ്ഞാൽ അവന് പിന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലാതെ മറ്റൊന്നും ആഗ്രഹവും ഉണ്ടാവില്ല. ശ്ലോകം 56. യത്ര നിർവിഷ്ടം അരണം കൃതാന്തഃ ന അഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യ വിസ്ഫുർജിത ഭ്രുവ. യത്ര ഏതൊരു ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ സമ്പൂർണമായ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തൻ, നിർവിഷ്ട അരണം ഭഗവാനിൽ ആ സമ്പൂർണമായിട്ടും സമർപ്പിച്ചിരിക്കുന്ന ആ ഭക്തനെ കൃതാന്തഃ എന്ന് വെച്ചാൽ അന്തകൻ, അതായത് മരണത്തിൻ്റെ ദേവൻ യമൻ, ന അഭിമന്യതേ ആ ഭക്തനെ സമീപിക്കില്ല എന്ന്. ആ യമരാജൻ വീര്യ ശൗര്യ വിസ്ഫർജിത ഭ്രുവ, തൻ്റെ വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും ഇങ്ങനെ വിസ്ഫുർജിതം എന്ന് വെച്ചാൽ ഇങ്ങനെ വിടർത്തി നിൽക്കുന്ന ഭ്രുവ, പുരികക്കൊടുകളോടുകൂടി വിശ്വം, ഈ ലോകം മുഴുവൻ വിധ്വംസയാൻ ഭയപ്പെടുത്തും. പക്ഷേ ആ യമരാജന് ആ ഭക്തനെ മാത്രം സമീപിക്കാൻ സാധിക്കില്ല. ഈ പറഞ്ഞ തുലനാവസ്ഥയിൽ മനസ്സെത്തിയിരിക്കുന്ന ഭക്തനുണ്ടല്ലോ, ആ ഭക്തന് മരണത്തെ പോലും ഭയമില്ല. കാരണം ശരീരമാകുന്ന ഈ ഭൗതിക വസ്തുവാണ് പോകുന്നത്, ഞാനാകുന്ന ആത്മാവിന് ഒരു നാശമില്ലെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ട് അവന് മരണത്തെ ഭയമില്ല. ആ യമരാജന് മറ്റെല്ലാവരെയും സ്വന്തം വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും പുരികക്കൊടികളെ വിറപ്പിച്ച് വിശ്വം മുഴുവൻ ഭയപ്പെടുത്താൻ കഴിയും, കീഴ്പ്പെടുത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ സമീപിക്കാൻ ആ യമന് പോലും സാധിക്കില്ല, ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ശ്ലോകം 57. ക്ഷണ അർദ്ധേന അപി തുലയേന സ്വർഗം ന അപുനർഭവം ഭഗവത് സംഖ്യസംഗസ്യ മർത്യാനാം കിം ഉദ ആശിഷഃ. ക്ഷണ അർദ്ധേന അപി ഒരു ക്ഷണ നേരത്തേക്കെങ്കിൽ പോലും ഭഗവത് സംഖ്യസംഗസ്യ ഇതുപോലൊരു നിഷ്കളങ്ക ഭക്തനുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിച്ച മർത്യാന മനുഷ്യന് തുലയേ ന സ്വർഗത്തിൽ എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പുണ്യങ്ങളുണ്ടല്ലോ, ആ സുഖങ്ങളുണ്ടല്ലോ, അതിനെ ഇതിനോട് തുലനം ചെയ്യാൻ സാധിക്കില്ല എന്ന്. ആ പുനർഭവം, അതായത് ആ പുനർഭവം എന്ന് വെച്ചാൽ ജനനമില്ലാത്ത അവസ്ഥ, അതിനെയാണ് ആ പുനർഭവം എന്ന് പറഞ്ഞാൽ. ഇനി ജനനമില്ലാത്ത മുക്തിയെ പ്രാപിക്കുന്നതിനേക്കാളും, ഇനി സ്വർഗപ്രാപ്തി നേടിയാൽ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലൊരു ഭക്തനോട് ഒരല്പനേരമെങ്കിലും സമ്പർക്കത്തിലിരിക്കാൻ സാധിച്ചാൽ കിം ഉദാശിഷ, പിന്നെ എന്ത് ആഗ്രഹമാണ് അവൻ അതിനപ്പുറത്തുണ്ടാവുന്നതെന്ന്. മുക്തി നേടിയവനും ഇനി സ്വർഗീയ സുഖങ്ങളിൽ പുണ്യത്തെ അനുഭവിച്ചിരിക്കുന്നവനും അതിനപ്പുറമുള്ള പരമമായ മുക്തി നേടിയാൽ പോലും അതിനെ പോലും ഇതിനോട് തുലനം ചെയ്യാൻ സാധിക്കില്ല എന്ന്. ഇപ്പോൾ ഈ പറഞ്ഞ ഭക്തനുണ്ടല്ലോ, അങ്ങനെ ഒരു ഭക്തനോട് ചേർന്നിരിക്കുമ്പോൾ ഒരക്ഷണ നേരമെങ്കിലും സമ്പർക്കത്തിൽ ഇരിക്കാൻ സാധിച്ചാൽ ആ ഒരു മനുഷ്യന് പിന്നെ സ്വർഗീയ സുഖങ്ങളും ആവശ്യമില്ല, മുക്തിയും ആവശ്യമില്ല, മറ്റൊന്നും തന്നെ അവൻ ആഗ്രഹിക്കില്ല എന്നാണ് പറയുന്നത്.
ശ്ലോകം 58. അഥാ അനഘ അംഗ്രേഹേ അഥാ അനഘ അംഗ്രേഹേ തവ കീർത്തി തീർത്ഥയോ അന്തഃ ബഹിഃ സ്നാന വിദൂത പാപ്മാനാം ഭൂതേഷു അനുക്രോശ സുസത്വശീലിനാം ഭൂതേഷു അനുക്രോശ സുസത്വശീലിനാം സ്യാത് സംഗമഃ അനുഗ്രഹ ഏഷനഃ തവ. അഥാ ആയതിനാൽ അനഘ അംഗ്രേ സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്ന അങ്ങയുടെ പാതാരവിന്ദങ്ങൾ തവ അങ്ങയുടെ കീർത്തി തീർത്ഥയോ ആ പാതാരവിന്ദങ്ങളോട് കൂടിയ തവ അങ്ങയുടെ കീർത്തി ആ ഭഗവാന്റെ കീർത്തിയെ ഗുണകഥകളെ ഇങ്ങനെ കേൾക്കുകയോ പറയുകയോ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്ന തീർത്ഥയോഹോ എന്ന് വെച്ചാൽ തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്യുകയോ ചെയ്യുമ്പോൾ അന്തഃ ബഹിഃ സ്നാനം അകത്തെയും പുറത്തെയും വിദൂത പാപ്നം എല്ലാ സകല പാപങ്ങളും അതോടെ ആ സ്നാനത്തിലൂടെ ഇല്ലാതാകുന്നു. ഇങ്ങനെ സർവപാപങ്ങളെയും കഴുകിക്കഴിയുന്ന പാദങ്ങളോട് കൂടിയ ഭഗവാനെ അവിടുത്തെ ഗുണകഥകൾ നിത്യവും കേൾക്കുന്നതിലൂടെ മനസ്സ് അന്തഹ എന്ന് വെച്ചാൽ മനസ്സിലെ പാപങ്ങളും ഇല്ലാതാകുന്നു. അതുപോലെ ഗംഗാതീർത്ഥം പോലെയുള്ള ശ്രേഷ്ഠമായ ജലത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ സകല കർമ്മപാപങ്ങളും ഇല്ലാതായി ഇവ രണ്ടും മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരു ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ ശരീരത്തിലെ അഴുക്കുകളില്ലാതെ പാപങ്ങളില്ലാതാകുന്നത് പോലെ ഭഗവാന്റെ ഗുണകഥകൾ നിത്യവും ശ്രവിക്കുന്നതിലൂടെ മനസ്സിലെ പാപങ്ങളും മനസ്സിലെ ദുഷ്ചിന്തകളും ഇല്ലാതായി മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭൂതേഷു അനുക്രോശ സുസ്വതശീലിനാം സമ്പൂർണ്ണ സത്വഗുണമുള്ളവർ പോലും ഭൂതേഷു അനുക്രോശ അനുക്രോശം എന്ന് വെച്ചാൽ ആ ഒരു ഭഗവാന്റെ കാരുണ്യമുള്ളവർ ഭൂതേഷു എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളിലും അനുക്രോശ ആ ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹം അല്ലെങ്കിൽ കാരുണ്യമുള്ളവനും സത്വശീലിനാം സമ്പൂർണ്ണ സത്വഗുണമുള്ളവനും സ്യാത് സംഗമഃ അനുഗ്രഹ സംഗമം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഭക്തൻ്റെ സംഗമം ആ നിഷ്കളങ്ക ഭക്തൻ്റെ സംഗമം സ്യാത് ഉണ്ടാകാൻ നഹ ഞങ്ങളെ അനുഗ്രഹ തവ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോൾ മഹാദേവനാണ് പറയണേന്ന് ഓർക്കണം. സർവപാപങ്ങളെയും കഴുകിക്കളയുന്ന തൃപ്പാദങ്ങളോടുകൂടിയ ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുമ്പോൾ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്നു. സമ്പൂർണ്ണ സത്വഗുണങ്ങളോടുകൂടിയ ആ സകല ജീവസത്തകളോടും കാരുണ്യമുള്ള ആ ഭഗവാനിൽ സമ്പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനുമായിട്ടുള്ള സംഗമഃ ഒരു സമ്പർക്കം ആ ഒരു സംഗമം അത് ഞങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മഹാദേവൻ പ്രചേതസ്സുകളും കൂടി മറ്റു ദേവന്മാരും കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ പരമഭക്തനായിട്ടുള്ള പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഭക്തനായിട്ടുള്ള അങ്ങനെ ഒരു ഭക്തനുമായിട്ടുള്ള ഒരു സമ്പർക്കം ഒരല്പനേരമെങ്കിലും ഉണ്ടാവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പറയാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇപ്പോൾ രുദ്രഗീതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാദേവൻ പ്രചേതസ്സുകൾക്ക് ഭഗവാന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാന്റെ ഭക്തൻ്റെ ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഭക്തിയോഗം എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ് അങ്ങനെയുള്ള ഒരു ഭക്തനുമായിട്ടുള്ള സമ്പർക്കം കിട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കീർത്തനമാണ് രുദ്രഗീതം. അപ്പോൾ ഇത് നിത്യവും ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇനി ഇതിൻ്റെ ഫലശ്രുതിയെയും കുറിച്ചും 68 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം. അത് നമുക്ക് നാളെ എടുക്കാം.